Okay. Okay, we are going to start. Take your textbook. Take your textbook. We are discussing our third chapter. There is a neat little clock. അല്ലേ? മൂന്നാമത്തെ പാഠമായ There is a neat little clock ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. And നമ്മൾ അത് പറഞ്ഞു തന്നു അല്ലേ? മീനിങ് ഡിസ്കസ് ചെയ്തു. We discussed the meaning of this poem. Then take the page number 12. Page number 12. അതില് എയും ബിയും നമ്മൾ ചെയ്തു. നെക്സ്റ്റ് സി ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അല്ലേ? സി അല്ലേ ഞാൻ ചെയ്യേണ്ടത്? റീഡ് ദ പോയം. റീഡ് ദ പോയം. ലാസ്റ്റ് വൺ സി സെക്ഷൻ നോക്കുക. കൗശിക്. ഓക്കെ, അത് നോക്കാം. നമുക്ക് അവിടെ എഴുതിയിരിക്കുന്നത് നോക്കാം. പോയം നോക്കാം. 30 days had September. അപ്പോ ഓരോ മന്തിലും എത്ര ഡേയ്സ് ഉണ്ട്? നമ്പർ ഓഫ് ഡേയ്സിന്റെ കണക്കാണ് ഇവിടെ പറഞ്ഞിരുന്നത്. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ ഇങ്ങനെ കൈ പിടിച്ചിട്ട് എണ്ണി നോക്കാറുണ്ടോ? ജനുവരി ഫെബ്രുവരി എണ്ണി നോക്കാറുണ്ടോ? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇപ്പൊ എന്താ മിസ് എണ്ണിയത്? എന്താ എണ്ണിയത്? എത്ര ഡേയ്സ് ഉണ്ടെന്നാ നോക്കിയത് അല്ലെ? ജാനുവരി ഇതെന്താണ്? 31 ആണ്. 31 ഡേയ്സ് ആണ്. ഈ കുഴിയോ 30 ഡേയ്സ് ആണ്, അല്ലെങ്കിൽ 28 ഡേയ്സ് ആണ് അല്ലെ? അപ്പൊ ഇവിടെ നോക്കിയാൽ ജാനുവരി ഇതെത്ര? 31 ആണ്. അപ്പൊ ജാനുവരിയിൽ എത്ര ഡേയ്സ് ഉണ്ട്? ജനുവരി ഹാസ് 31 ഡേയ്സ്. ജാനുവരി, ഫെബ്രുവരി. ഓക്കെ, ഫെബ്രുവരി ഹാസ് ഓൺലി 28 ഡേയ്സ്. നെക്സ്റ്റ് ജാനുവരി, ഫെബ്രുവരി, മാർച്ച്. അഗൈൻ മുകളിലാണ് വന്നിരിക്കുന്നത്. മുകളിൽ എന്താണ്? 31 ഡേയ്സ് ആണ് അല്ലെ? അപ്പൊ മാർച്ചിൽ എത്ര ഡേയ്സ് ഉണ്ട്? 31. അപ്പൊ നമുക്ക് അതുപോലെ ഈസി ആയിട്ട് കൗണ്ട് ചെയ്യാം. നിങ്ങൾക്ക് അവിടെ ഒരു പോയം കൊടുത്തിട്ടുണ്ട്. ഓരോ മന്തിലും എത്ര ഡേയ്സ് ഉണ്ട് എന്നാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. 30 days at September, April, June and November. നോക്ക, September, April, June and November has only 30 days. ഈ മാസങ്ങളിലൊക്കെ എത്ര ഡേയ്സേ ഉള്ളൂ? 30 ഡേയ്സ് മാത്രമേ ഉള്ളൂ. ഏതൊക്കെ മന്തിലാണ്? സെപ്റ്റംബർ, ഏപ്രിൽ, ജൂൺ and November. This 4 months only has 30 days. And look at the rest of the poem. താഴെ ബാക്കിയുള്ള പോയം ശ്രദ്ധിക്കുക. ബാക്കി ലൈൻസ് നോക്കാം. All the rest have 31. ഇപ്പൊ എത്ര മന്ത് ഉണ്ട്? How many months are there? എത്ര മന്ത് ഉണ്ട്? 12. 12 എണ്ണം ഉണ്ട്. ഇവിടെ 4 എണ്ണേ പറഞ്ഞിട്ടുള്ളൂ അല്ലെ? അപ്പം ബാക്കി കാണുന്നതിനൊക്കെ എത്രയുണ്ട്? ഇവിടെ ഒരു ലൈനും കൂടി പറഞ്ഞിട്ടുണ്ട്. except February has 28 alone. നമ്മുടെ ഫെബ്രുവരിയും ഒഴിച്ചല്ലേ? ഫെബ്രുവരിയിൽ എത്ര ഡേയ്സേ ഉള്ളൂ? 28 ഡേയ്സേ ഉള്ളൂ അല്ലെ? അല്ലേ മക്കളെ? ലീപ് ഇയർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലീപ് ഇയർ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതാണ് അല്ലെ? ഓർമ്മയുണ്ടോ? EVS ലീപ് ഇയർ പഠിച്ച അതിവർഷം എന്ന് വെച്ചാൽ ഫെബ്രുവരിയിൽ ഒരു ദിവസം അധികം വരുന്നു. അതിവർഷം 29 days ആവും. അല്ലാന്നുണ്ടെങ്കിൽ ഫെബ്രുവരി 28 ദിവസം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഫെബ്രുവരി ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി വരുന്ന 30 ഡേയ്സ് വരുന്നത് എത്ര മന്ത് ഉണ്ട്? സെപ്റ്റംബർ, ഏപ്രിൽ, ജൂൺ ആൻഡ് നവംബർ. ബാക്കിയുള്ള മന്ത്സിനെല്ലാം 31 ഡേയ്സ് ഉണ്ട്. അത് നിങ്ങൾ എഴുതി നോക്കുക. എഴുതി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാകും. ഓക്കെ, ജാനുവരി, ഫെബ്രുവരി ഇവിടെ നമ്മൾ പറഞ്ഞു. മാർച്ച്, ഏപ്രിൽ 30 ഡേയ്സ് ആണ്. ഏപ്രിൽ, മെയ് ഹാസ് 31 ഡേയ്സ്. മെയ്, ജൂൺ ഹാസ് 30 ഡേയ്സ് ഹിയർ. ജൂൺ അവിടെ കൊടുത്തിട്ടുണ്ട്. നോക്ക്, 30 ഡേയ്സ് ആർ സെപ്റ്റംബർ, ഏപ്രിൽ, ജൂൺ ആൻഡ് നവംബർ അല്ലെ? അപ്പൊ ഏപ്രിലും ജൂണിലും നവംബറിലും സെപ്റ്റംബറിലും എത്ര ഡേയ്സ് ഉണ്ട്? These months are പറഞ്ഞോ? 30 ഡേയ്സ് ഓൺലി. അപ്പൊ 30 ഡേയ്സിലെ മന്ത്സ് ഏതൊക്കെയാണ് ടെസ്സ മരിയ? 30 ഡേയ്സിലെ മന്ത്സ് ഏതൊക്കെയാ പറഞ്ഞോ? ഏപ്രിൽ ആൻഡ് ജൂൺ അല്ലേ? സെപ്റ്റംബർ, ഏപ്രിൽ, ജൂൺ ആൻഡ് നവംബർ. അപ്പൊ ഈ 4 മാസത്തിലും എത്ര ഡേയ്സേ ഉള്ളൂ? 30 ഡേയ്സ് മാത്രമേ ഉള്ളൂ. ഇനി ഫെബ്രുവരിയിൽ എത്ര ഡേയ്സ് ഉണ്ട് ഫാത്തിമ മെഹറിൻ? How many days are there in February?
28. 28. Very good. Next. Except in leap year, that's the time when February days are 29. ഇനി ലീപ് ഇയർ വന്നു കഴിഞ്ഞാല് ഫെബ്രുവരിയിൽ എത്ര ഡേയ്സ് ഉണ്ടാകും ജൽമരിയ? ലീപ് ഇയർ വന്നു കഴിഞ്ഞാല് ഫെബ്രുവരിയിൽ എത്ര ഡേയ്സ് ഉണ്ടാകും? പറഞ്ഞേ. 29. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായല്ലോ. നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പഠിച്ചിട്ട് വരേണ്ട ഒന്നാമത്തെ കാര്യം കിട്ടി. നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എന്ത് പഠിച്ചു വരണം? ഡേയ്സ് ഓഫ് ദ വീക്ക് നിങ്ങൾ സ്പെല്ലിംഗ് തെറ്റിക്കാതെ എഴുതാൻ പഠിച്ചിട്ട് വരിക. എന്താ ഡേയ്സ് ഓഫ് മന്ത്സ്? ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇനി കൗശിക് നമുക്ക് പറഞ്ഞു തരും തെറ്റാതെ. പറഞ്ഞോ. യു ആർ laughing there. Can you mute yourself? Unmute ചെയ്തോ. പറഞ്ഞോ. ജാനുവരി, ഫെബ്രുവരി പറഞ്ഞേ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ഓഗസ്റ്റ്, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഓക്കെ, വെരി ഗുഡ്. ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കണേ. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞേ അജിത് ജോസഫ്. അൺമ്യൂട്ട് ചെയ്തോ അവിടുന്ന്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, ജൂൺ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് അനീറ്റ ഫിലിപ്പ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് പേജ് നമ്പർ 13. Page number 13. Read the names of the months given in the box and write them in the correct order. അപ്പൊ നിങ്ങൾക്ക് അറിയാം കറക്റ്റ് ഓർഡറിൽ എഴുതാൻ വേണ്ടിട്ട് അല്ലേ? ജാനുവരി, ഫെബ്രുവരി കറക്റ്റ് ഓർഡറിൽ എഴുതാൻ നിങ്ങൾക്ക് അറിയില്ലേ? സോ ടേക്ക് ഇറ്റ് ആസ് എ ഹോംവർക്ക്. നിങ്ങളുടെ ഹോംവർക്ക് ആയിട്ട് എഴുതിക്കോ. ആ ബോക്സിലെടുത്ത് കറക്റ്റ് ഓർഡർ ജനുവരി, ഫെബ്രുവരി കറക്റ്റ് ഓർഡറിൽ എഴുതിക്കൂടുക. നിങ്ങളുടെ ഹോംവർക്ക് ആയിട്ട് എഴുതുക. എനിക്ക് പേഴ്സണൽ ആയിട്ട് അയച്ചു തരിക. ഓക്കെ, ഗ്രൂപ്പിൽ ഇടരുത്. മിസ്സിന് നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ? പേഴ്സണൽ ആയിട്ട് അയച്ചു തന്നാൽ മാത്രമേ മിസ് നോക്കുള്ളൂ. ഗ്രൂപ്പിലിട്ട് നോക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ പേഴ്സണൽ ആയിട്ട് അയച്ചു തരാം. നെക്സ്റ്റ് ലെറ്റ് us listen. We can skip that. അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. നെക്സ്റ്റ് ലെറ്റ് us speak. പേജ് നമ്പർ 13 ലെറ്റ് us speak നോക്കാം. Work with your partner. Take turns in asking and telling each other what you did yesterday and what you will do tomorrow. ഓക്കെ, അപ്പൊ എന്തൊക്കെ ചോദിക്കാൻ പഠിക്കാൻ നമ്മൾ പറഞ്ഞിരിക്കുന്നത്? Take turns in asking and telling each other what you did yesterday. നിങ്ങൾ ഇന്നലെ എന്ത് ചെയ്തു എന്ന് ചോദിക്കാം. അതിന്റെ ആൻസറും പറയാം അല്ലെ? ഇനി നാളെ നിങ്ങൾ എന്ത് ചെയ്യും, അതിന്റെ ആൻസർ എങ്ങനെ പറയാം? ഓക്കെ, ഫസ്റ്റ് വൺ, what did you do yesterday? അങ്ങനെ ചോദിച്ചാൽ എന്താ? What did you do yesterday? നിങ്ങൾ ഇന്നലെ എന്താ ചെയ്തത്? What did you do yesterday? നിങ്ങൾ ഇന്നലെ എന്ത് ചെയ്തു? What did you do yesterday? How can you ask question, Shifana? എങ്ങനെയാ ചോദിക്കുക? What did you do yesterday? What did you do yesterday? അല്ലേ?
നിങ്ങൾ ഇന്നലെ എന്ത് ചെയ്തു? അപ്പൊ എങ്ങനെ ആൻസർ പറയാം? യെസ്റ്റർഡേ ഐ വാച്ച്ഡ് എ ടോം ആൻഡ് ജെറി ഫിലിം. ഞാൻ ഇന്നലെ ഒരു ടോം ആൻഡ് ജെറി ഫിലിം കണ്ടു. ഹൗ കൻ യു സേ ലൈക്ക് ദാറ്റ്? യെസ്റ്റർഡേ ഐ വാച്ച്ഡ് ടോം ആൻഡ് ജെറി ഫിലിം. ശ്രീഹരി, ഇങ്ങനെയാണ് ക്ലാസ്സിൽ ഇരിക്കേണ്ടത്. Okay, yesterday I watched Tom and Jerry films. Yesterday I watched Tom and Jerry films. Film. അപ്പൊ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം? What did you do yesterday? അല്ലേ? നമ്മള് ഫ്രൈഡേ വീട്ടിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് സ്കൂളിൽ നിന്ന് സാറ്റർഡേയും സൺഡേയും കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെ കാണാം അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്ത് ചോദിക്കാം? നിങ്ങൾ ഇന്നലെ എന്ത് ചെയ്തു? അല്ലെ നീ ഇന്നലെ എന്ത് ചെയ്തു? അപ്പൊ എങ്ങനെ ചോദിക്കാം? What did you do yesterday? Okay, say with me. What did you do yesterday? You can answer yesterday I watched a Tom and Jerry film. അല്ലെ നിങ്ങൾക്ക് എന്ത് പറയാം? Yesterday I visited my grandpa's house. Yesterday I visited grandma's house. Or yesterday I visited zoo. Yesterday I went to park. Yesterday I went to park. അല്ലെ ഇന്നലെ ഞാൻ ഒരു പാർക്കിൽ പോയി അല്ലേ? What did you do yesterday? Yesterday I watched a Tom and Jerry film. Yesterday I watched a Tom and Jerry film. Next one. അപ്പൊ നമ്മൾ ഒന്ന് പഠിച്ചു അല്ലെ? ഇന്നലെ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കാൻ പഠിച്ചു. ഇനി നാളെ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കാറുണ്ട് അല്ലേ? എങ്ങനെ ചോദിക്കാം? നാളെ നീ എന്താ ചെയ്യുന്നത്? നാളെ എന്താ പരിപാടി എന്ന് ചോദിക്കും അല്ലേ? അല്ലേ? അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാം? What will you do tomorrow? What will you do tomorrow? അതിലാ ഡിഡിന്റെ അടുത്ത് വില്ലാക്കിയാൽ മാത്രം മതി. What will you do tomorrow? Yesterday എന്താകും? Tomorrow ആവും അല്ലേ? What will you do tomorrow? നിങ്ങൾ നാളെ എന്ത് ചെയ്യും? അതെങ്ങനെ പറയാം? Tomorrow I will visit my aunt. വില്ല് വെച്ചിട്ടാ ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പം വില്ലും ഏതിൽ വരണം? ആൻസറിൽ വരണം. ഏതാ വില്ല്? What will. അപ്പൊ ആൻസർ വരുമ്പോ tomorrow I will. Got it? ഈ പഠിപ്പിക്കുന്ന സമയത്ത് അവിടെ ഇവിടെ നോക്കി ഇരുന്നിരിക്കുന്ന ആൾക്കാരൊക്കെ ഒന്നും ഇത് മനസ്സിലാവില്ല കേട്ടോ. ഇഫ്ര, ബുക്ക് നോക്ക. എല്ലാവരോടും കൂടിയാ പറഞ്ഞത്. പഠിപ്പിക്കുന്ന സമയത്ത് ബുക്ക് നോക്ക. What will you do tomorrow? Tomorrow I will read a book. നാളെ ഞാൻ ഒരു ബുക്ക് വായിക്കും. Tomorrow I will read a book. Okay? Tomorrow I will read a book. മനസ്സിലായില്ലേ മക്കൾക്ക്? ഇനി you may use these words. താഴെ തന്നിരിക്കുന്ന വേർഡ്സ് കൂടി നിങ്ങൾക്ക് ഉപയോഗിക്കാം. First one, visited the zoo. ഞാൻ സൂ വിസിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. വിസിറ്റഡ് പാസ്റ്റ് ടെൻസ് ആണ്, കഴിഞ്ഞ കാര്യമാണ് അല്ലേ? അപ്പോ what did you do yesterday? Yesterday I visited the zoo. എങ്ങനെ ആൻസർ വരുന്നത്? What did you do yesterday? നിങ്ങൾ ഇന്നലെ എന്ത് ചെയ്തു? Yesterday I visited the zoo. Yesterday I visited the zoo. Next, what will you do tomorrow? Sorry, ഇവിടെ ആദ്യം തന്നിരിക്കുന്നത് tomorrow I will visit my aunt ആണ് അല്ലേ? Tomorrow I will visit my aunt. ഇല്ല എന്ത് പറയാം? Tomorrow I will read a book. Tomorrow I will read a book. Got it? മനസ്സിലായോ മക്കൾക്ക്? മനസ്സിലാവുന്നുണ്ടോ? മിസ് സ്പീഡ് ആവുന്നുണ്ടോ? സ്പീഡ് ആവുന്നുണ്ടോ മിസ്? പറയേ. ഓക്കെ. അപ്പൊ go to the market. നെക്സ്റ്റ് വേർഡ് അവിടെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഫ്രേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. Go to the market. What will you do tomorrow? Tomorrow I will go to the market. Tomorrow I will go to the market. നാളെ ഞാൻ മാർക്കറ്റിലേക്ക് പോകും. What will you do tomorrow, Anha? What will you do tomorrow? Tomorrow I will go to the market. Last one, went to the school means what? Went to the school means സ്കൂളിലേക്ക് പോയി. Okay. What did you do yesterday? Tomorrow I went to the school. Tomorrow I went to the school. Farha Fatima, stand up there. You stand up. Go and wash your face.
Okay. First one, what did you do yesterday? The answer is yesterday I watched a Tom and Jerry film. Next, what will you do tomorrow? Tomorrow I will go to the market. Tomorrow I will visit the aunt. Tomorrow I will read a book. എന്ത് വേണമെങ്കിലും പറയാം. And here my question is, what did you do yesterday, Farha Fatima? What did you do yesterday? നീ ഇന്നലെ എന്താ ചെയ്തത്? ഇപ്പൊ പഠിച്ചതിൽ വെച്ചിട്ട് ഏതെങ്കിലും ഒരു ആൻസർ പറഞ്ഞോ. ഇന്നലെ എന്താ ചെയ്തെന്ന് പറഞ്ഞോ. What did you do yesterday? Yesterday visited grandma's house. Yesterday I visited grandma's house. എനിക്കറിയാം ഉറക്കം തൂങ്ങിയിരിക്കുന്ന ഉറക്കം പോകാൻ വേണ്ടിട്ട് മിസ് ഇപ്പൊ ചോദിച്ചത് കേട്ടോ. ഓക്കെ, സാരമില്ല, കുഴപ്പമില്ല. നെക്സ്റ്റ്, what will you do tomorrow? What will you do tomorrow, ഹൈഫ മെഹറിൻ? What will you do tomorrow? നാളെ നീ എന്താ ചെയ്യാ? അൺമ്യൂട്ട് ചെയ്തേ. യെസ്, ആൻസർ പറഞ്ഞോ. Tomorrow I will visit. Tomorrow I will. Tomorrow I visit. Tomorrow I will visit. Tomorrow I. ക്ലിയർ ആവുന്നില്ല മിസ്സിന്. ഓക്കെ, മ്യൂട്ട് ചെയ്ത മോളെ. That's enough. Then take the next page. Next page. Let us write. Make a list of 5 things you do to help mommy and daddy. നിങ്ങളുടെ അമ്മേനെയും അച്ഛനെയും എങ്ങനെയൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ഒരു 5 സെന്റൻസ് താഴെ എഴുതുക. എങ്ങനെയൊക്കെ നിങ്ങൾ നിങ്ങളുടെ അമ്മേനെ അച്ഛനെ സഹായിക്കുന്നത്? സഹായിക്കാറുണ്ടോ നിങ്ങള്? എത്ര പേര് അമ്മേനെ അച്ഛനെ സഹായിക്കാറുണ്ട്? ജസ്റ്റ് റൈസ് യുവർ ഹാൻഡ്സ്. നോക്കട്ടെ മിസ്, എത്ര പേര് ഹെൽപ്പ് ചെയ്യാറുണ്ട്? ജൽമരിയ റൈസ്ഡ് ഹർ ഹാൻഡ്. അമ്മേനെ നോക്കണം അവള്. ഇനി അമ്മ കാണുന്നുണ്ടോ? അമ്മേനെ പറ്റിച്ചിട്ടാ നീ കൈവെക്കുന്നത് അല്ലേ? അല്ലേ ജൽമരിയ? അമ്മ കാണുന്നുണ്ടാ? ഓക്കെ, എല്ലാരും ഹെൽപ്പ് ചെയ്യുന്ന മക്കളാണ് അല്ലേ? അപ്പൊ ഓരോരാളായിട്ട് പറഞ്ഞോ എന്തൊക്കെയാ ഹെൽപ്പ് ചെയ്യുന്നതെന്ന്. ഹന്ന പറഞ്ഞോ ഫസ്റ്റ്, എങ്ങനെയൊക്കെയാ ഹെൽപ്പ് ചെയ്യുന്നത്? സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ദെൻ ഇഫ്രയോ? പറഞ്ഞ മോളെ. തുണിയെല്ലാം മടക്കി വെക്കാൻ കൂടലുണ്ട്. പിന്നെയോ? പാത്രം കഴുകലുണ്ടാ? ആഹാ, മിടിക്കുകയാണല്ലോ. ഓക്കെ, നെക്സ്റ്റ്. അലൻ തോമസ് എങ്ങനെ ഹെൽപ്പ് ചെയ്യാം അമ്മേനെ? അടിച്ചു വാരുവാ. ആഹാ, പിന്നെ അടുക്കി പെറുക്കി വെക്കും. പിന്നെ ഓക്കെ, കൗശിക്കോ? ഹെൽപ്പ് ചെയ്യാറില്ല അല്ലേ? ഉണ്ടെങ്കി പറ. അടുക്കി വെക്കുവോ?
അടക്ക വറുക്കും. അടക്ക വെറുക്കും. ആ പച്ചക്കറി ആടും. ആ നല്ല മോനാണ്, കുഞ്ഞു കർഷകനാണ് അവൻ അല്ലേ ടെസ്സ? ഒറ്റ പ്രാവശ്യം നിൽക്കേ ടെസ്സ. റൂം ക്ലീൻ ആക്കും. വെരി ഗുഡ്, നല്ല മക്കളാപ്പാ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ജ്വൽമരിയ പറഞ്ഞില്ലേ മിസ്സിനോട്? പറഞ്ഞില്ലേ മോള്? പറഞ്ഞില്ല അല്ലേ? പറഞ്ഞോ. പറഞ്ഞില്ല പറയണം മിസ്സിനോട്. ഇങ്ങനെ ആക്കാം. അടിച്ചു വാരി സഹായിക്കും. ആ അമ്മയ്ക്ക് അടിച്ചു വാരണ്ട അല്ലെ? മുറ്റടിച്ചു വാരണ്ട, അകത്തടിച്ചു വാരണ്ട, അമ്മയ്ക്ക് എല്ലാം മോള് ചെയ്തോളും അല്ലേ? അവിടെ ഒരു പന്നി പോലെ ഇട്ടു. എന്നിട്ടില്ലേ മൊത്തം അടിച്ചു വാരുന്നു. വെരി ഗുഡ്. നെക്സ്റ്റ് എറിക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ടോ അമ്മേനെ? സ്പീഡിൽ പറയണേ. ഓക്കെ. അമ്മയുടെ കൂടെ പച്ചക്കറി നടും, കൂടെ വെള്ളം ഒഴിക്കും, ചാച്ചയുടെ കൂടെ ഷീറ്റ് അടിക്കാൻ പോവും. ഓളിനോൾ ആണല്ലേ, വീട്ടിലെല്ലാം ചെയ്യും അല്ലേ റിക്കേ? സയാൻ? എന്റെ ഉപ്പാനെ വണ്ടി കഴുകാൻ സഹായിക്കും. വെരി ഗുഡ്. തീറ്റ കൊടുക്കും. എല്ലാവരെ കൊണ്ടും പറയിപ്പിക്കാം മിസ്. നമുക്ക് ഏതായാലും പാഠം കുറെ മുന്നിലേക്കല്ലേ, അപ്പൊ കുഴപ്പമില്ല. പറഞ്ഞോ, എന്റെ മോൻ പറഞ്ഞോ. സഹായിക്കും. വെരി ഗുഡ്. നെക്സ്റ്റ് ഹൈഫ. ഞാൻ സാധനം വാങ്ങാൻ സാധനം വാങ്ങാൻ പോകും. ഞാൻ മിസ് കേട്ടിട്ടുണ്ട്, കേട്ടു. സാധനം വാങ്ങാൻ വേണ്ടി പോകും. നെക്സ്റ്റ് അനീറ്റ. മുറ്റടിക്കും. പച്ചക്കറിക്ക് വെള്ളം ഒഴിക്കും. മുറ്റടിക്കും, പച്ചക്കറിക്ക് വെള്ളം ഒഴിക്കും അല്ലേ? നല്ല മോളാണേ. നെക്സ്റ്റ് ഫർഹ ഫാത്തിമ. പറഞ്ഞോ വേഗം. സാധനം മേടിക്കാൻ പോകും. തുണി മടക്കി വെക്കും. കുഞ്ഞിനെ നോക്കും. നല്ല കാര്യം. ചേച്ചി പെണ്ണല്ലേ അല്ലേ? ഓക്കെ. അനഘ. പറയുന്നതല്ല സത്യല്ലേ നിങ്ങള് അല്ലേ? ആറ്റരങ്കാവുവാ. പിന്നെയോ? ഓക്കെ. നെക്സ്റ്റ് അനിഹ. സ്പീഡ് പറഞ്ഞോ. കഴിഞ്ഞ മുറ്റടിക്കുവാ. വലിയ വലിയ പണികളെല്ലാം ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? നെക്സ്റ്റ് കുര്യൻ. അവർക്കെല്ലാം ചിരിയാണേ.
പറഞ്ഞോ എന്റെ മോൻ പറഞ്ഞേ. ചപ്പാത്തി ചുടാൻ ചപ്പാത്തി ചുടും എന്റെ അമ്മേ. വെള്ളം ചെടിക്ക് വെള്ളം ഒഴിക്കാൻ ആ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വെരി ഗുഡ് പൊന്നുമോനാണേ. തുടയ്ക്കും. ഓക്കെ എല്ലാം ചെയ്യും. ചപ്പാത്തി ചുടും, തുടയ്ക്കും, ചെടിക്ക് വെള്ളമൊടിക്കും അല്ല അഫ്ലു? അഫ്ലു എന്താ ചെയ്യുവാ? കടയിൽ പോകാൻ പറഞ്ഞ പോകും, കുഞ്ഞിനാക്കും. നല്ല മോനാണേ. ഓക്കെ നെക്സ്റ്റ് ശ്രീഹരി. ഒന്നും ചെയ്യാറില്ല. അയ്യേ നാണക്കേട്. നിന്റെ ഫ്രണ്ട്സ് എല്ലാരും ചെയ്യാറുണ്ട്. നോക്കിയേ, ചപ്പാത്തി ചുടുന്നവരുണ്ട്, വണ്ടി കഴുകാൻ പോകുന്നവരുണ്ട്, ചെടിക്ക് വെള്ളം നനയ്ക്കുന്നവരുണ്ട്. ശ്രീഹരി ഒന്നും ചെയ്യാറില്ല അല്ലേ? അയ്യോ. എന്നാലും നീ അവിടെ 14th പേജിൽ എഴുതണം കേട്ടാ. നീ അങ്ങനെ രക്ഷപ്പെടാൻ നോക്കല്ലേ. പിന്നെ പുസ്തകം എടുത്ത് വെക്കാനുണ്ട്. ഓക്കെ നെക്സ്റ്റ് നാഫി. നാഫി അൺമ്യൂട്ട് ചെയ്ത മോനെ. ചെടിക്ക് വെള്ളം ഒഴിക്കും, കാട് പറിക്കും, ചപ്പാത്തി കറക്കും. വെരി ഗുഡ്. നെക്സ്റ്റ് ഷാസാദ്. വിറക് വറക്കാൻ കൂടും, പൂച്ചക്ക് തീറ്റ കൊടുക്കും. പൂച്ചക്ക് തീറ്റ കൊടുക്കുക? വലിയ പണിയാണേ. പിന്നെയോ? പിന്നൊന്നും ചെയ്യൂല. നെക്സ്റ്റ് ഫാത്തിമ മെഹർ. അടിച്ചു വാരും, മടക്കി വെക്കും, മിറ്റടിച്ചു വാരും. ഓക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് ലാസ്റ്റ് വൺ. ഒരാളും കൂടി അല്ലേ ഉള്ളൂ ഇനി പറയാൻ. അജിത്ത് മാത്രമല്ലേ ഉള്ളൂ ഇനി പറയാൻ. പറഞ്ഞോ. ഷിഫാന പറയാനുണ്ട് അല്ലേ? ഓക്കെ. അമ്മയും അച്ഛനും വീട്ടിലില്ലാട്ടപ്പോ റൂമിലെ പേപ്പറൊക്കെ ഡസ്റ്റ്ബിന്നിൽ ഇടും. യൂട്യൂബില് മ്യൂസിക് വെച്ചു കൊടുക്കും. ആർക്ക്? ഗ്രാമയ്ക്ക്. ഓക്കെ വെരി ഗുഡ്. കൂടാതെ പ്രാർത്ഥിക്കുമ്പോ കസാര അടുക്കി വെക്കും. ഷീറ്റ് അടിക്കും. വെരി ഗുഡ് പൊന്നുമോനാണേ. ഓക്കെ നെക്സ്റ്റ് ഷിഫാന. തുണി മടക്കി വെക്കും, പാത്രം അടുക്കി വെക്കും, ബുക്ക് അടുക്കി വെക്കും. ഓക്കെ കഴിഞ്ഞു. പച്ചക്കറിന്റെ തോലെല്ലാം കളഞ്ഞെടുക്കുന്നുണ്ട്. നല്ല മോളാണല്ല. ഓക്കെ അപ്പൊ എല്ലാരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരുമ്പോ ഏതും കൂടി ചെയ്തിട്ട് വരിക? പേജ് നമ്പർ 14 ഇപ്പൊ നിങ്ങൾ കുറെ കാര്യം പറഞ്ഞല്ലോ. ആ കാര്യങ്ങളൊക്കെ അവിടെ ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റുമോ നോക്കിയിട്ട് വരിക. പറ്റുന്നത് എഴുതാൻ ഞാൻ കമ്പൽസറി പറയുന്നില്ല. ഈ ഹോംവർക്കിന് എഴുതുന്നവർ മാത്രം എഴുതിയാൽ എന്നല്ല, എല്ലാവരും എഴുതാൻ ട്രൈ ചെയ്യാം. ഓക്കെ കമ്പൽസറി ആയിട്ട് മിസ് പറയുന്നില്ല. പക്ഷെ പേജ് നമ്പർ 13 തന്നത് കമ്പൽസറി ആണ്. നിങ്ങൾ ഹോംവർക്ക് ചെയ്തിരിക്കണം. അത് എടുത്ത് എഴുതിയാൽ മാത്രം മതി. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി അത് നിങ്ങൾ പാരന്റ്സിന് വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ജനുവരി, ഫെബ്രുവരി, മാർച്ച് നിങ്ങൾക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റും. ഇനി പേജ് നമ്പർ 14 നിങ്ങൾക്ക് സെന്റൻസ് ആക്കി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ കുഴപ്പമില്ല. ഇറ്റ്സ് ഓക്കെ. അത് മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എഴുതിപ്പിക്കാം.
ഇപ്പൊ അതിനു വേണ്ടിയുള്ള സമയമില്ലല്ലോ. ഇനി ഫൺ ടു ഡു എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാല്, ഇമാജിൻ യു ആർ ദ പ്രിൻസിപ്പൽ ഓഫ് യുവർ സ്കൂൾ. നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പൾ നിങ്ങളാണെന്ന് കരുതുക. Make a timetable for your class, include all the fun things you think should be there. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഫണ്ണും തമാശകളും നിറച്ച് നിങ്ങൾ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. അത് നിങ്ങൾ ചെയ്യണ്ട, അത് നമ്മൾക്ക് വേണ്ട, അത് ആവശ്യമില്ലാത്തതാണ്, അത് എക്സാമിന് വരാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. മിസ് കഴിഞ്ഞ പ്രാവശ്യം ഇവിടുത്തെ പഠിപ്പിച്ചു തന്നെയാണ്, ഈ ക്വസ്റ്റ്യൻ വരുന്നില്ല. അതൊരു അൺഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യമില്ല, വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാന്നേ ഉള്ളൂ. ഇനി അതിന്റെ താഴെ കണ്ടോ, മേക്ക് എ ഹൗസ്. മേക്ക് എ ഹൗസ് എച്ച് ആണ് മിസ് പറയുന്നത്. മേക്ക് എ ഹൗസ് സ്റ്റാർട്ട് വിത്ത് എച്ച്. എച്ചിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ, ഒരു ഹൗസ് അവിടെ ഉണ്ടാക്കുക. കളർ ദ ബിഗ് സ്ക്വയർ റെഡ്. വലിയ സ്ക്വയർ, സ്ക്വയർ എന്താ, ചതുരമാണ്, ചതുരത്തിന് റെഡ് കളർ കൊടുക്കുക. ആൻഡ് സ്മോൾ സ്ക്വയേഴ്സ് ബ്ലൂ. അവിടെ വിൻഡോസിന് ചെറിയ കളർ ഉണ്ട് അല്ലേ, ആ ചെറിയ സ്ക്വയേഴ്സിന് എന്ത് കളർ കൊടുക്കുക, ബ്ലൂ കളർ കൊടുക്കുക. കളർ റെക്ടാംഗിൾ ബ്രൗൺ. ഇനി അവിടെയുള്ള റെക്ടാംഗിൾ കണ്ടോ, താഴെയുള്ള റെക്ടാംഗിള്, വാതിൽ കണ്ടോ നിങ്ങള്, അതാണ് എന്ത്, റെക്ടാംഗിൾ. അതിന് എന്ത് കൊടുക്ക, ബ്രൗൺ കളർ കൊടുക്ക. കളർ ദ ട്രയാംഗിൾ യെല്ലോ. ട്രയാംഗിൾ എന്താ, ത്രികോണമാണ്, മേലെയുള്ള മേൽക്കൂര കണ്ടോ, അതിന് നിങ്ങൾ യെല്ലോ കളർ കൊടുക്ക. കളർ ദ സർക്കിൾ ബ്ലാക്ക്. ഇനി സർക്കിളിന് എന്ത് കളർ കൊടുക്ക, ബ്ലാക്കും കൂടി കൊടുക്ക. ഓക്കെ, അത് നിങ്ങൾക്ക് വെറുതെ ചെയ്യാനാണ് അല്ലേ, എളുപ്പല്ലേ ചെയ്യാൻ, ചെയ്തിട്ട് വരാം. അപ്പൊ നിങ്ങൾക്ക് എത്ര ഹോംവർക്ക് ആയി ഇന്ന്? കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട 2 ഹോംവർക്ക് ആണ് നിങ്ങൾക്കുള്ളത്. ഒന്ന് നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാനാണ് എളുപ്പമുള്ളത് അല്ലേ, നിങ്ങൾക്ക് കളർ ചെയ്യാൻ വേണ്ടി ഇഷ്ടമുള്ള കാര്യമാണ്. ഇഷ്ടംപോലെ ദിവസമുണ്ട്, അടുത്ത തിങ്കളാഴ്ചത്തേക്ക് മതി അല്ലേ, ഒരാഴ്ച സമയമുണ്ട്. ഇനി ഈ ജാനുവരി ഫെബ്രുവരി മന്ത്സിന്റെ പേര് എഴുതുന്ന സമയത്ത് അത് ഇന്ന് തന്നെ മിസ്സിനെ സബ്മിറ്റ് ചെയ്യാം. ഇന്ന് തന്നെ അത് എഴുതി അയച്ചു തരാം. കളർ ചെയ്യാനുള്ള നിങ്ങൾക്ക് സമയം പോലെ കൊടുത്തോളാം, അത് മിസ്സിന് അയച്ചു തരണം എന്നില്ല. ഓക്കെ, അത് നിങ്ങൾ പാരന്റ്സിനെ ഒന്ന് കാണിച്ചാൽ മതി, കളർ ചെയ്തിട്ട് പാരന്റ്സ് നിങ്ങൾ അസിസ്റ്റ് ചെയ്യും. ഓക്കെ, then shall we wind up the class? നമുക്ക് അധികം സ്പീഡിൽ ഓടിച്ചു വിടേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് ലെസൺ നീങ്ങുന്നുണ്ട് നന്നായിട്ട് അല്ലേ. ഓക്കെ, then bye. ഓക്കെ, നല്ല മക്കളായിട്ട് പഠിക്കണേ, വായിക്കണം കേട്ടാ, ക്ലാസ് എടുത്ത കാര്യങ്ങളെല്ലാം വായിക്കാം. ഓക്കെ.